ഹമാസിനെതിരെ ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ, നടപടികൾ ഇതെല്ലാം ഒടുവിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്നുള്ള രീതിയിലേക്ക് മാറുമോ? അല്ല, ഹമാസിൽ എത്ര ഹിന്ദുക്കളുണ്ട്? ഒരു ഹിന്ദുക്കളും ഉണ്ടാവില്ല. എത്ര ക്രിസ്ത്യാനി ഉണ്ടാവും? ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഹമാസിനെതിരെ ഉള്ള നടപടി പിന്നെ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ എതിരെയുള്ള നടപടിയാണോ? മുസ്ലിമുകൾക്കെതിരെയുള്ള നടപടി തന്നെയാണ് അല്ലേ? അതെ. അതിനെ ഇപ്പോൾ വന്ന് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ പ്രചാരണം നടത്തുന്നത്. ഹമാസിനെതിരെയുള്ള ആക്രമണം ലോക മുസ്ലിമിനെതിരെയുള്ള ആക്രമണമാണ്. ഇത് മറ്റവനും പറയുന്നുണ്ട്, മറ്റേ താടിക്കാരനുണ്ടല്ലോ, മറ്റേ ഇറാനിൽ പൊത്തിലിരിക്കുന്ന തുറങ്ങത്തിരിക്കുന്ന അയത്തുള്ള ഖമനേയി, അങ്ങേരും പറയുന്നുണ്ട് ലോക മുസ്ലിമിനെ നശിപ്പിക്കാനുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഗാസയിൽ നടക്കുന്നതെന്ന്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ജൂതന്മാർ മാത്രമുള്ള രാജ്യമാണ് അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല. ഇസ്രയേലിൻ്റെ ഭാഗത്ത് പലയിടത്തും അറബികളുണ്ട്, അറബ് വംശജരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഈ കിഴക്കൻ ജെറുസലേമിലൊക്കെ മുസ്ലിം പള്ളികളുണ്ട്. പക്ഷേ ആ മുസ്ലിം പള്ളികൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ മുസ്ലിം പള്ളികളുടെ കാര്യത്തിൽ അവർ ഈ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങളോട്, നിങ്ങൾ എന്തിനാണ് ഈ വാങ്ക വിളിക്കുന്നത്? അള്ളാഹുവാണ് പരമസത്യം, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് പറയുകയാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ മതവികാരം വ്രണപ്പെടും. മതവികാരം വ്രണപ്പെട്ടാൽ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരമായി ശിവനിൽ വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ അടുത്ത് എൻ്റെ കാതിലേക്ക് അടിച്ചു കയറ്റുവാണ്, നിൻ്റെ ദൈവത്തിനൊരു ശക്തിയില്ല, നിൻ്റെ ദൈവം ശക്തനല്ല, എൻ്റെ ദൈവം മാത്രമാണ് ശക്തൻ, എൻ്റെ ദൈവം മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ വികാരം വ്രണപ്പെടുമോ? പെടാവുന്നതാണല്ലേ. അങ്ങനെ അതിലോലമായ വികാരമുള്ള ആളാണ് ഞാനെങ്കിൽ എനിക്ക് വികാരപ്പെടാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. മതവികാരം പെട്ടെന്ന് വ്രണപ്പെടുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗത്തിലുണ്ട്, ഹിന്ദുക്കളിലും കാണാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതങ്ങനെയല്ല, നമാസിനുള്ള സമയമായി ആളുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അറിയിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ശരി, ഇത് ഈ പറയുന്ന 5 നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ അനുഷ്ഠിക്കേണ്ട നിർബന്ധമായ ഒരു കടമയാണെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കുക, നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത്. ആ കൂട്ടത്തിലൊന്നാണ് കാഫിറിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യുന്ന ഈ ചടങ്ങ് എല്ലാ ഈമാനുള്ള ദീനിയായ എല്ലാ മുസൽമാനും അറിയാം. അവർക്കിപ്പോൾ വാച്ചുണ്ട്, അത് വേണേൽ വാച്ചിലുള്ള അലാറം വെക്കാം. സാധാരണ സ്മാർട്ട് വാച്ച് തന്നെ വേണമെന്നില്ല, ഓട്ടോമാറ്റിക് വാച്ചിൽ വരെ അലാറം വെക്കാം. അപ്പോൾ അലാറം വെക്കാം, ഫോണിൽ വെക്കാം, പോകാവുന്നേ ഉള്ളൂ. മൊബൈൽ ഫോണില്ലാത്ത ആരുമില്ല. പിന്നെ എന്തിനാണ് ബൈക്കിലൂടെ വിളിച്ച് പറഞ്ഞ് ആളുകളെ അറിയിക്കേണ്ടത്? അതൊരാചാരമാണ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ ആചാരം ഇസ്രയേലിലുണ്ട്. വലിയ കോളാമ്പി മൈക്ക് വെച്ചിട്ട് വാങ്ക് വിളിക്കും. ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞു, കോളാമ്പി മൈക്ക് വെച്ചിട്ട് വാങ്ക് വിളിച്ചാൽ ആദ്യത്തെ പ്രാവശ്യം ഭീമമായ പിഴ ചുമത്തും, രണ്ടാമത്തെ പ്രാവശ്യം പള്ളിയൊക്കെ പൊളിച്ചു കളയും. അതിപ്പോൾ സുരക്ഷാ മന്ത്രി ബെൻ ഗിവർ പറഞ്ഞിരിക്കുകയാണ്, ഉച്ചഭാഷിണി വെച്ചിട്ട് വാങ്ക വിളിച്ച വാങ്കൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പം. അത് മൈക്കിൽ കൂടെ ബാക്കിയുള്ളവൻ്റെ കർണപുടത്തിലേക്ക് അടിച്ച് കയറ്റുന്ന തരത്തിൽ വിട്ടാൽ ഭീമമായ പിഴ ഫസ്റ്റ് റൗണ്ട്. പിന്നെയും ആവർത്തിച്ചാൽ പിന്നെ ബാങ്ക് വിളിക്കാൻ പള്ളി ഉണ്ടാവില്ല. മോസ്ക് ഉണ്ട്. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഈ പള്ളി എന്ന് പറയുന്നത്, പള്ളി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പള്ളിയാണ്, ചർച്ചാണ്. ഇതങ്ങനെയല്ല, പള്ളി എന്ന് പറയും. എന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഒരു ബഹുമാന്യനായ സുഹൃത്ത്, എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യപ്പെടേണ്ട. അദ്ദേഹം രാത്രി 11:30 മണിക്ക് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ എന്നെ വിളിച്ചു. 3 തവണ കോൾ വന്നപ്പോൾ ഞാൻ ചാടി എണീറ്റ് കോൾ എടുത്തു. അത്യാവശ്യക്കാരൻ. ഉടനെ പുള്ളി പറയാം, നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പാതിരായിക്കാണോ എന്നെ വിളിച്ച് പറയാൻ നേരം കിട്ടിയത്? ഞാൻ സൗകര്യം പോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനിന്ന് ക്ഷുഭിതനായി. പിന്നെ അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലാവുക. തിരിച്ച് ഇന്നലെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആലോചിച്ചതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ ഏതാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഉറക്കപ്പിച്ചുകൊണ്ട് ഞാൻ ക്ഷോഭിച്ചതാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം പറഞ്ഞത്, നമുക്ക് പരമാവധി ശീലിക്കാൻ നോക്കാം. പക്ഷേ ശീലം കൊണ്ട് ഇങ്ങനെ പഴക്കം കൊണ്ട് വന്നിട്ട് നമുക്ക് മുസ്ലിം പള്ളി എന്ന് വരത്തുള്ളൂ. മസ്ജിദ് എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ മോസ്ക് എന്ന് പറയാം. അപ്പോൾ മോസ്കിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല, അഴിച്ചു മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രയേലിലായതുകൊണ്ട് നടക്കും അല്ലേ? അവിടെ പോയിട്ട് ഉടനെ തക്ബീർ വിളിച്ച് 91 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ വിവരം അറിയും. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ രാജ്യത്തും ഇങ്ങനൊരു വിധിയുണ്ട്. അതായത് 2005 ജൂലൈയിലും വന്ന സുപ്രീം കോടതി വിധിയുണ്ട്. ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കർശനമായ വ്യവസ്ഥ. ഇപ്പോൾ 19 വർഷം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞു, ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് വിലക്ക്. രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെ ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഉപയോഗിക്കാം, അത് ക്ലോസ്ഡ്, അടച്ച പരിസരത്ത് ഉപയോഗിക്കാം.
പുറത്തോട്ട് കേൾക്കാൻ പാടില്ല. ഇനി ഉപയോഗിക്കുന്ന ഈ ഉച്ചഭാഷിണി പോലും കോളാമ്പി രൂപത്തിലുള്ള ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല എന്ന് രൂപത്തിൽ വേണം, ബോക്സ് ആയിരിക്കണം. അപ്പോൾ വാങ്ക് വിളിക്കുന്നതും ബോക്സിലൂടെ പാടുള്ളൂ. ദൂരെ എന്തിനാ കേൾക്കുന്നത്? ഈ കോളാമ്പി വെച്ചാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് കേൾക്കാം. അതെന്തിനാ കേൾക്കുന്നത്? അപ്പോൾ സുപ്രീം കോടതി വിധി 2005 ജൂലൈയിലുണ്ട്, കോളാമ്പി രൂപത്തിലുള്ള മൈക്ക് പാടില്ല. ഇനി ഈ 10 മുതൽ 6 വരെ പുലർച്ചെ 6 മുതൽ രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെ പാടില്ല. ഉണ്ടെങ്കിൽ അത് അടച്ച പ്രമേസിൽ ആയിരിക്കണം. അത് തന്നെ എന്ത് വേണം? ബോക്സ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരുപാട് അമ്പലങ്ങളുടെ മുകളിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മുസ്ലിം മോസ്കുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരുപാട് അമ്പലങ്ങളിലും ഇപ്പോഴും കോളാമ്പി മൈക്ക് ഇരിപ്പുണ്ട്, ഉണ്ട്. മുസ്ലിങ്ങളുടെ മസ്ജിദുകളിൽ ഇരിപ്പുണ്ട്, മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നില്ല, മസ്ജിദുകളിൽ ഇരിപ്പുണ്ട്. ഇതൊന്ന് തൊടാൻ ഈ നാട്ടിൽ ആർക്ക് പറ്റും? അപ്പോൾ ഈ കേസ് വന്നപ്പോൾ ഇതിനൊരു അമെൻമെൻറ്റ് വന്നായിരുന്നു. അതായത് ഒക്ടോബറൊക്കെ ആയപ്പോൾ, ഒക്ടോബർ ഉത്സവകാലമായപ്പോൾ കുറേ ആളുകൾ സുപ്രീം കോടതി വീണ്ടും ശ്രമിച്ചു. അങ്ങനെ നാട്ടിലെ ഉത്സവങ്ങളൊന്നും നടക്കാതെ വരും, പെരുന്നാളുകളൊക്കെ നടക്കാതെ വരും. ഈ 10 മുതൽ 6 വരെ പുലർച്ചെ 6 വരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന വിലക്ക് നിന്നാൽ വലിയ കുഴപ്പമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി ആ വർഷം 2005 ഒക്ടോബർ 22 ഒരു ഭേദഗതി വരുത്തി. അതായത് ഈ ഉത്സവ സീസണുകൾ, അത് പെരുന്നാളാണെങ്കിലും രാത്രി 12 മണി വരെ ഉപയോഗിക്കാം. 12 മണി, പക്ഷേ അത് 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. 15 ദിവസത്തിൽ കൂടുതൽ കൂടാൻ പാടില്ല. പരമാവധി 15 ദിവസം വരെ രാത്രി 12 മണി വരെ പരിമിതമായ സാഹചര്യത്തിൽ ഉപയോഗിക്കാം എന്ന് ഒരിളവ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് 2016 ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. സുപ്രീം കോടതി വിധി എടുത്തു വെച്ചിട്ട് ബോംബെ ഹൈക്കോടതി പറഞ്ഞു ഉച്ചഭാഷിണി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മൗലികാവകാശമൊന്നുമല്ല. അപ്പോൾ നമ്മൾ സംസാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല, സംസാര അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിണറായി വിജയനെ തെറി പറഞ്ഞാലും മോദിയെ തെറി പറഞ്ഞാലും നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാത്തത് പൗരാവകാശം കൊണ്ടാണ്. പക്ഷേ പിണറായി പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകും, മോദിയെ പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകത്തില്ല. പിന്നെ നമ്മൾ കോടതി പോയിട്ട് പൗരാവകാശം സ്ഥാപിച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ബോംബെ ഹൈക്കോടതി പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ പറയാം. നീ താഴെ എന്ന് പറഞ്ഞോ, വേണ്ടി വന്നാൽ പെരപ്പുറത്ത് കയറി എന്ന് പറഞ്ഞു. അത് മൈക്ക് വെച്ചേ പറയുള്ളൂ, മൈക്ക് വെക്കാനുള്ള അവകാശമുണ്ട് എന്നില്ല, സംസാരിക്കാൻ അവകാശമുണ്ട്, അഭിപ്രായ പ്രകടനം നടത്താം എന്ന് ബോംബെ ഹൈക്കോടതിയുടെ 2016 വിധിയുണ്ട്. ഇനി ജാർഖണ്ഡ് ഹൈക്കോടതിയുണ്ട്, കർണാടക ഹൈക്കോടതിയുണ്ട്, കേരള ഹൈക്കോടതി പോലും സമാനമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടെന്തേ ഇവിടെ മോസ്കുകളിലെ ഉച്ചഭാഷണി തൊടാത്തെന്താ? അമ്പലങ്ങളിലെ കുറേ കൂടെ തൊടാനുണ്ട്. ഒരുമാതിരിപ്പെട്ട അമ്പലങ്ങളിലൊക്കെ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊരു അമ്പലമുണ്ട്, അവിടത്തേക്ക് ബോക്സാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം അവിടെ ഇങ്ങനെ ഈ ഇളങ്കാവിലമ്പം മാത്രമാണ് ഏകദൈവം, ബാക്കി ദൈവത്തിനൊന്നും ഒരു ശക്തിയില്ല എന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിളിച്ച് പറയുന്നില്ല. അവിടെ വല്ല ദേവീസ്തുതി കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടോ അല്ലെങ്കിൽ ഇപ്പം മണ്ഡലകാലമാണ്, അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് ഞാൻ ഇസ്രയേലിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് പോയി. ഇസ്രയേൽ ഒരു പക്ഷേ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, വംശീയമായ ഒരു വൈരാഗ്യം വെച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ ശബ്ദം എന്ന് പറയുന്നത് വലിയ അപകടകാരിയാണ്. നമ്മളൊരു ബോക്സ് തന്നെ ആയിരിക്കട്ടെ, ബോക്സിൻ്റെ പറ്റ നമ്മളൊന്ന് പോയി നിന്ന് നോക്കിയേ, ആദ്യം നമുക്ക് ഭയങ്കര അസഖ്യമായിട്ട് തോന്നും. 5 മിനിറ്റ് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് പഴകിയതുകൊണ്ട് അല്ല. അതിന് എൻ്റെ ഒരു സുഹൃത്തായി ENT ഡോക്ടർ പറഞ്ഞു അത് പഴകിയതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ കർണപുറം തകർന്നു കഴിഞ്ഞു, പിന്നെ അത് മനസ്സിലാവുന്നില്ല. അല്ലാതെ നമ്മൾ ഒരു വേള പഴകിയാൽ ഇരുളും വെളിച്ചമായി തോന്നിടും എന്ന് പറയുന്നത് പോലെ ശബ്ദം കേട്ട് നമുക്ക് പഴകിയിട്ടത് ശബ്ദമല്ലായി തോന്നുന്നത്. നിങ്ങളുടെ ഡയഫ്രം കംപ്ലൈൻ്റ് ആയി, അടിച്ചുപോയി കുറച്ച്, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു, അത് പോയി. അപ്പോൾ ഇത് ശബ്ദം കൂടുന്നത്. ഇപ്പോൾ ഈ കോൺകോർഡ് വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ, കോൺകോർഡ് വിമാനങ്ങൾ സൂപ്പർസോണിക് ശബ്ദത്തെക്കാളും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളായിരുന്നു, ഫ്രാൻസിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ കോൺകോർഡ് വിമാനങ്ങൾ ഉപേക്ഷിച്ചു? കാരണം അതിൻ്റെ ശബ്ദം കൊണ്ട് വലിയ അപകടം ഉണ്ടാകുന്നു. കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകരുന്നു, ആളുകൾക്ക് വേരിയേഷൻസ് ഉണ്ടാകുന്നു. പേസ് മേക്കർ വെക്കുന്നവർക്ക് ഉണ്ടാവുമെങ്കിൽ ഈ വിമാനം പോകുന്ന പ്രദേശത്ത് അതിൻ്റെ ഡെസിബിളിലുള്ള ശബ്ദം വരുമ്പോൾ അതിന് തകരാറുണ്ടാകുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ശബ്ദാതീത വേഗത്തിൽ പോകുന്ന കോൺകോർഡ് വിമാനങ്ങൾ ഇന്ന് ഉപയോഗിക്കാത്തത്. ശബ്ദം ഒരു മാരകമായ പ്രശ്നമാണ്, അപകട വസ്തുവാണ്, ബോംബിന് തുല്യമാണ്. നമ്മൾ അധിക ശബ്ദത്തിൽ നിൽക്കും തോറും നമ്മുടെ കർണപുടം, ഇയർ ഡ്രം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം കേൾവി ഇല്ലായ്മയിലേക്ക് തന്നെ നടക്കും. അപ്പം മതത്തിൻ്റെ പേരിൽ അതിന് എക്സെപ്ഷൻ കൊടുക്കുന്നത് എന്തിനാണ്, അതിന് ഇളവ് കൊടുക്കുന്നത് എന്തിനാണ്?
അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ഇസ്രായേൽ മാതൃകയിൽ ഈ മസ്ജിദ് പൊളിക്കാനൊന്നും പോകണ്ട, അമ്പലം പൊളിക്കാനും പോകണ്ട, ക്രിസ്ത്യൻ പള്ളിയും പൊളിക്കണ്ട, എന്നാൽ ഈ കോളാമ്പി മൈക്കൊന്ന് അഴിക്കാൻ പറ്റുമോ സർക്കാരിന്? അത് പറ്റില്ല. അതെന്താ? അത് മതവികാരത്തെ വ്രണപ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ അമ്പല കമ്മിറ്റി ഈ കൊല്ലത്തൊക്കെ ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒക്കെ അഴിച്ചുകൊണ്ട് പോയല്ലോ. അതൊക്കെ അഴിച്ചിട്ടുണ്ട്. അതെന്താ? ഹിന്ദുക്കളുടെ മതവികാരം കുഴപ്പമില്ല, മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ ശബ്ദത്തിൻ്റെ ഡെസിബിളിലെ പ്രശ്നമുണ്ട്. അതെ ഉണ്ട്. മറ്റേതിന് ഡെസിബിൾ കുറവാണ് അല്ലേ? അതെന്താ കാര്യം? ന്യൂനപക്ഷ ശബ്ദത്തിന് കുറവാണ്. അതെ അതെ. പക്ഷേ ഇസ്രയേലിൽ ഈ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദവും ഒരുപോലെ തന്നെ ഇസ്രയേൽ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ ഇസ്രയേലിൽ ഈ ഹമാസ് വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇനിയിപ്പം പ്രാർത്ഥിച്ച ആളെ കൂട്ടാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ഖമേനിയൊക്കെ പറഞ്ഞ ലോകത്തിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തകർക്കാനായിട്ടാണോ ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത്? തുർക്കിയൊക്കെ തകർക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണോ? അതിപ്പോൾ ഈ പള്ളിയിലെ ഉച്ചഭാഷണി അഴിച്ചു വെച്ചാൽ തകർന്നു പോകുന്ന മതമാണത്. അതറിയില്ല. ആണ് എന്താണ് അതല്ല. എന്താ പിന്നെ എടാ നീ വന്ന് എൻ്റെ വരട്ടെ എനിക്ക് കേൾക്കാനെന്താ, നീ എന്തെന്ന് വെച്ചാൽ കാണിച്ചിട്ട് പോടാ, നിനക്ക് കോളാമ്പി മൈക്ക് കഴിക്കണം, അഴിച്ചുകൊണ്ട് പോ. നീ കോളാമ്പി മൈക്ക് കഴിച്ചാലും ആ ലോകത്തെമ്പാടുമുള്ള മുസ്ലിമുകൾ അവർക്ക് നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കും അല്ലേ? അറിയാം. അതുകൊണ്ട് നിൻ്റെ പിപ്പലാറ്റി നമ്മുടെ കോടതി പറഞ്ഞ് അഴിച്ചുകൊണ്ട് പോടെ എന്ന് പറയാൻ എന്താ തയ്യാറാവാത്തത്? അത് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പൊരുതുന്നവരാണ്. നമ്മുടെ മതത്തിൻ്റെ ഒരു കാര്യം വന്നാൽ കോടതിയില്ല, നമുക്കാകെ ഒറ്റ കോടതിയേ ഉള്ളൂ, അത് അവിടുത്തെ കോടതിയാണ്. അവിടുത്തെ നിയമമാണ് ശരീഅത്ത് നിയമം, അതേ പാലിക്കുള്ളൂ. അപ്പോൾ അത് ഇസ്രായേലിൽ പറ്റൂല. അപ്പോൾ ഉച്ചഭാഷണികൾ അഴിച്ചു മാറ്റണം. ആദ്യത്തെ പ്രാവശ്യം ഭീമമായ തുകയിടും, എന്നിട്ട് പിന്നെ ഉച്ചഭാഷണ പ്രവർത്തിച്ചാൽ ആ മോസ്ക് കാണത്തില്ല. എന്തായാലും നെതന്യാഹു കൊടും ഭീകരനായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം. രണ്ടും കൽപ്പിച്ചിറങ്ങുവാണോ? കാരണം പുള്ളിയുടെ ചേട്ടായി ഇപ്പോൾ വരാൻ പോകില്ല അടുത്ത ആഴ്ച, അതുകൊണ്ടായിരിക്കും. ഏതായാലും ബെൻ ഗീബർ സുരക്ഷാ മന്ത്രി ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 10 ഇവിടെ നടപ്പാക്കി കിട്ടിയാൽ കേരള സർക്കാരിനും പിണറായി വിജയനും, നേരത്തെ പറഞ്ഞ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഫാനാകാൻ പോകുന്നത്, പിണറായി വിജയൻ്റെ ഫാനായിട്ട് മാറാനും നമുക്ക് താല്പര്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.